نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ മക്കളെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അപ്പോ നമ്മൾ ചെറിയൊരു പരീക്ഷ കൂടെ എഴുതാൻ പോവാണ്. ഏതായാലും നമ്മളൊരു പരീക്ഷയൊക്കെ എഴുതി, ഇംഗ്ലീഷിന്റെ പരീക്ഷയൊക്കെ എഴുതി. വളരെ സിമ്പിൾ പരീക്ഷയായിരുന്നു. അതേപോലെയുള്ള ഒരു പരീക്ഷയും കൂടി നമ്മൾ എഴുതാൻ പോവാണ്. ഏതാണടാ ആ പരീക്ഷ? ആ പരീക്ഷയുടെ പേരാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പരീക്ഷ. ഏതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ സെറ്റ് ആണോ? റെഡി ആണോ? അല്ലെ? മാത്സിന്റെയും മലയാളത്തിന്റെയും ആ ഒരു രണ്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് നമ്മൾ മാത്സിന്ന് എവിടുന്നൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണോ? സെറ്റ് അല്ലേ? ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. മാത്തമാറ്റിക്സ് പാർട്ട് 1 കേട്ടോ മക്കളെ. റെഡി? അപ്പൊ നമുക്ക് 1 മുതൽ 15 വരെ 20 വരെയൊക്കെ നമുക്ക് എണ്ണാൻ വേണ്ടി അറിയോ? അത് ആദ്യം നമുക്ക് അറിയണം കേട്ടോ. 1 മുതൽ 15 വരെ 20 വരെയൊക്കെ എണ്ണാൻ നമുക്ക് അറിയണം. നമ്മൾ നേരെ പോവാം, നമ്മുടെ പാഠത്തിലേക്ക് പോവാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലിടാ നമുക്ക് 1, 2 ഈ 2 പാഠങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും നോക്കാം. ആമീസ് ബർത്ത്ഡേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരാം, അത്ര മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായാലും ഈ പറഞ്ഞ തിത്തിരി ആൻഡ് ഫ്രണ്ട്സും അതേപോലെ തന്നെ വോക്ക് ആൻഡ് വോക്ക് പറയുന്ന ഈ 2 പാഠങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിക്കാം. യെസ്. ഇനി ഈ ഒരു പാഠത്തിൽ നിന്ന് എന്താണ് ചോദ്യങ്ങൾ വരിക, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറ്റ് ആണോ? റെഡി അല്ലേ? പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ഞെക്കി കൊടുക്കുക. അതേപോലെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അത് നോക്കുക അല്ലെ? അവിടെ നമ്പർ പോകുന്നില്ലേ? ആ നമ്പറിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ മക്കളെ നമ്മൾ നേരെ പോവാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കാൻ പോകുന്നത് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി തോന്നും അല്ലേ? കേട്ടോ, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളതാണ് മക്കളെ, കൗണ്ട് ചെയ്യാനുള്ള സംഭവങ്ങളാണ് അല്ലേ? നമുക്ക് നേരെ പോവാം. റെഡി അല്ലേ? ഇല്ലേ? നമ്മൾ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നമുക്ക് ഏറ്റവും വലുതായിട്ട് പഠിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിലാണ് അല്ലെ? മുകളിലാണെങ്കിൽ നമ്മൾ പറയും എന്ത് മക്കളെ? ഓൺ എന്ന് പറയും അല്ലെ? ഇനി അണ്ടർ എന്ന് പറഞ്ഞാലോ? താഴെയാണ് അല്ലെ? നമുക്ക് ചോദ്യങ്ങൾ വരും. ഈ ബെഡിന്റെ മുകളിൽ ഓൺ ദ ബെഡിൽ ഇത്ര എണ്ണമുണ്ട്, കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ ഓണും അണ്ടറും അറിയില്ലെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? ബെഡിന്റെ മുകളിൽ 10 ബോൾ ഉണ്ട്, അല്ലെങ്കിൽ ബെഡിന്റെ മുകളിലുള്ള ബോൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അല്ലെ ബെഡിന്റെ താഴെയുള്ള ബോൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം, വേണ്ടേ? അപ്പൊ ഓണും അണ്ടറും എന്ത് ചെയ്യണം? നമുക്കറിയണം. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അതിന്റെ ഉള്ളിൽ നമുക്ക് പറയാം, ചോദ്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോദ്യ പേപ്പറിൽ അതേപോലെയുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ. റെഡി? അപ്പൊ നേരെ നമ്മൾ പോകാനുണ്ട് മക്കളെ. പിന്നെ നോക്കൂ, ഫ്രണ്ടും ബിഹൈൻഡും അല്ലെ? ഫ്രണ്ടും ബിഹൈൻഡും. എന്താണ് ഫ്രണ്ട്, എന്താണ് ബിഹൈൻഡ് എന്നുള്ളത് നമുക്കറിയണം. ഓൺ പഠിച്ചു നമ്മൾ, അതേപോലെ തന്നെ അണ്ടർ പഠിച്ചു. ഇനി ഫ്രണ്ടും അതേപോലെ തന്നെ ബിഹൈൻഡും നമുക്ക് അറിയണം കേട്ടോ. ഇനി ഇൻസൈഡും ഔട്ട്സൈഡും. ഇത് ചോദ്യം വന്നിട്ടുണ്ടടാ മക്കളെ. എങ്ങനെയാ വരിക എന്നറിയ ചോദ്യം? നമുക്ക് കുറേ ബോളുകളടാ. ഇവിടെ നോക്കൂ, ഇവിടെ തന്നെ ഒരു വീട് കാണുന്നുണ്ട് അല്ലെ? ഒരു ഹൗസ് കാണുന്നുണ്ട്. ഈ ഹൗസിന്റെ ഇൻസൈഡിൽ എത്ര കിളിയാ ഉള്ളത്? ഒരു കിളിയല്ലേ? അപ്പൊ നമുക്ക് പറയാം 1 എന്ന് എഴുതി കൊടുക്കാം അല്ലെ? ഈ ഹൗസിന്റെ ഔട്ട്സൈഡിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതായത് ഒരു വലിയൊരു പാത്രം, എന്താ വരുന്നത്? ഒരു വലിയൊരു പാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോദ്യം വരുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഒരു വലിയൊരു പാത്രം ഇവിടെ കൊടുത്തു. ഈ പാത്രത്തിൽ നിറച്ചു എന്തുണ്ട്? ബോളുണ്ട്. ഇങ്ങനെ ബോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ആയിട്ട് ബോളുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ചോദിക്കുക, ഈ പാത്രത്തിന്റെ ഇൻസൈഡിൽ എത്ര ബോളുകൾ ഉണ്ട്? അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യണം. ഇങ്ങനെ 1 2 3 4 5 6 ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം 6 എന്ന്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഔട്ട് സൈഡിൽ എത്ര ബോളുകൾ ഉണ്ട്? അപ്പൊ നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. 1 2 3 4 5 6 7 അല്ലെ? ഔട്ട്സൈഡിലുള്ളത് 7ഉം ഇൻസൈഡിലുള്ളത് എത്രയാണ്?
6 ആണ്. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണടാ മക്കളെ, നമ്മൾ പഠിക്കണം. വേണ്ടേ? റെഡി. അപ്പോ ഇതിൽ നോക്ക്, ഇത് ഓരോ കൂട്ടങ്ങളാണ്. ഇങ്ങനെ കൂട്ടങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് കളർ ചെയ്യാനാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന ചോദ്യം എങ്ങനെയാണെന്ന് അറിയോ? ഓരോരോ കൂട്ടങ്ങൾ തരും. ഇപ്പോ ഈ 4ന്റെ കൂട്ടങ്ങൾ, 4ന്റെ കൂട്ടങ്ങൾക്ക് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഏതാണോ 4ന്റെ കൂട്ടങ്ങൾ എന്ന് നോക്കിയിട്ട് അതിന് യെല്ലോ കളർ കൊടുക്കുക. അതേപോലെ തന്നെ 5ന്റെ കൂട്ടങ്ങൾക്ക് പിന്നെ റെഡ് കളർ കൊടുക്കാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ ഇതിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇതിൽ ഏതാണ് 5ന്റെ കൂട്ടം അതിന് നോക്കിയിട്ട് റെഡ് കളർ കൊടുക്കുക. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എങ്ങനെയാ, പിന്നെ വേറൊരു കൂട്ടം തരും, ഒന്ന് മാത്രമുള്ളതിന് അതിന് ഗ്രീൻ കളർ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഗ്രീൻ കളർ, ഒന്നിന് ഏതാണോ കണ്ടുപിടിച്ച് അതിന് ഗ്രീൻ കളർ കൊടുക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇത് നമുക്ക് കൗണ്ട് ചെയ്യാനാണ്. നമുക്ക് ഈസി ആയിട്ട് അറിയാം. കൗണ്ട് ചെയ്യാൻ എന്തായാലും അറിയണം, അതെന്തായാലും വരും കൗണ്ട് ചെയ്യാന്നുള്ളത്. ഇത് നോക്കൂ, 1 2 3 4 അല്ലേ, 4 എന്തായാലും കൗണ്ട് ചെയ്യാൻ വേണ്ടി പറയണടാ മക്കളെ. ഇത് നോക്കൂ, 1 2 3 4 5 അല്ലേ, 5. ഇത് നമുക്ക് എഴുതാനും അറിയണം, അതേപോലെ തന്നെ കൗണ്ട് ചെയ്യാനും അറിയാം. ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. 1 2 3 4 5. ഇത് നമ്മൾ താഴെ എഴുതി കൊടുക്കുക. 2 3 4 5 ഇങ്ങനെ താഴെ എഴുതി കൊടുക്കണം മക്കളെ. ഇത് നമുക്ക് എഴുതാനും അറിയണം, അതേപോലെ തന്നെ നമുക്ക് പറയാനും അറിയണം. റെഡി. ഇതേ ചോദ്യങ്ങൾ വരും, ഉറപ്പാണ് ഇതേ ചോദ്യങ്ങൾ വരും. അതായത് എന്തെങ്കിലും ഒരു പാത്രത്തിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ട്, പുറത്ത് എത്ര എണ്ണം ഉണ്ട്, മുകളിൽ എത്ര എണ്ണം ഉള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാനാണ് അറിയുന്നത്. പിന്നെ മുകളിൽ നിന്നുള്ളത് ഓണാണ്, താഴെ എന്നുള്ളത് പിന്നെ നമ്മൾ എന്താ പറയാ, താഴെ അണ്ടർ ആണ്. അതുപോലെ തന്നെ ബിഹൈൻഡ്, ഇൻസൈഡ്, ഔട്ട്സൈഡ്, ഫ്രണ്ട് ഇല്ലേ, ഇതൊക്കെ നമുക്ക് അറിയുന്ന, അത് നമ്മൾ പഠിക്കണേ. റെഡി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. റെഡി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഫിംഗർ പെയിന്റിംഗ് ഒക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. നമ്മൾ കൗണ്ട് ചെയ്യാൻ മാത്രമാണ് മക്കളെ, കൗണ്ട് ചെയ്യാൻ മാത്രമാണ്. ഇവിടെ നോക്കൂ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക് എത്ര ഡക്സ് ഉള്ളത് നോക്കൂ, എത്രയാണുള്ളത് നോക്കൂ, 1 2 അല്ലേ, 2 ആണ്. ആഫ്റ്റർ ഹെർ ബാക്ക് എത്ര എണ്ണം ഉണ്ട്, 1 2 3 അല്ലേ, 3 ആണുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക. 2 and 3 make 5 അല്ലേ, 2 and 3 make 5 അല്ലേ. 2ന്റെ കൂടെ 3 4 5 അല്ലേ, 2ന്റെ കൂടെ 3യും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലേ 3 4 5 അല്ലേ. ആൻസർ ഈസ് 5. 5 ആണ്. ഇത് നമുക്കറിയാം അല്ലേ. അതേപോലെ നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാവേ. പിന്നെ ഇന്ന വരുന്ന ചോദ്യം എന്ന ഇങ്ങനെയുള്ള ഒരു സംഭവം തരും. എന്നിട്ട് നമ്മളോട് ഇതിൽ നിന്ന് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും അല്ലെ. ഇതിൽ നമ്മൾ ഈ പൂവ് നോക്ക്, ഈ പൂവ് കൗണ്ട് ചെയ്യാം. 1 2 3 4 4 ആണുള്ളത്. അടുത്തത് ഈ പൂവാണ്. 1 2 3 4 5 ഇത് 5 ആണുള്ളത്. ഈ പൂവ് എത്രയാണുള്ളത്, 1. ഇത് ഒറ്റ ഒന്നേ ഉള്ളൂ. ഇത് എത്ര എണ്ണുള്ളത്, 1 2 ഇത് 2 ആണുള്ളത്. ഇത് എത്രയാണുള്ളത്, 1 2 3 ഇത് 3 ആണുള്ളത് അല്ലെ. ഇങ്ങനെ സുഖമായിട്ട് കൗണ്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് ഉണ്ടാവുക. അതെന്ത് ചെയ്യാ, നമ്മൾ കൗണ്ട് ചെയ്തിട്ട് തന്നെ എഴുതുക അല്ലേ. റെഡി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് പോവാണ്. താഴോട്ടേക്ക് ഇങ്ങനെ വരുമ്പോ ഇവിടെ അല്ലെ, ഇവിടെയൊക്കെ വിസില്, റോബോട്ട്, ബാറ്റ്, ബോൾ ഇതൊക്കെ എത്ര എണ്ണാണെന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതാനാണ്. ഇതന്നെയാ വരുന്ന ചോദ്യത്തിന്. കൗണ്ട് ചെയ്യാ എഴുതുക, അതേ വരും, വേറൊന്നുമില്ല. അതുപോലെ കൂട്ടങ്ങളാക്കാൻ വരും, കൗണ്ട് ചെയ്യാ എഴുതുക. ഇതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രധാനമായിട്ടും. വേറെ ഒന്നും വരൂല കേട്ടോ. ഒരു വലിയ സംഭവങ്ങളൊന്നും വരുമൊന്നുമില്ല കേട്ടോ. ചെറിയ ചോദ്യങ്ങൾ മാത്രമേ വരൂ. റെഡി. അത് കഴിഞ്ഞ് കേട്ടോ, ഇങ്ങനെയുള്ള ഓരോരോ കൂട്ടങ്ങൾ കണ്ടടാ അല്ലെ. ഇവിടെ നോക്കൂ, വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ. ഇതിൽ സെയിം നമ്പർ ഉള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ അത് ഗ്രൂപ്പാക്കി മാറ്റണം അല്ലെ. 1 2 3 4 1 2 3 4 അല്ലെ. അപ്പൊ ഇവരാണ് ഒരു ഗ്രൂപ്പ് അല്ലെ. ഇതേപോലെ നമുക്ക് ഗ്രൂപ്പ് ആക്കാനൊക്കെ വരും കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് കേട്ടോ. കൗണ്ട് ചെയ്യാൻ നമുക്ക് അറിയാന്നുള്ളതാണ് മക്കളെ. കൗണ്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും അറിയാം കേട്ടോ. ഇനി രണ്ടാമത്തേലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ മെനി ബട്ടർഫ്ലൈസ്, എത്ര പൂമ്പാറ്റ ഉണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എണ്ണി കൊടുക്കൂലേ പൂമ്പാറ്റയെ. നമുക്ക് അറിയാം 1 2 3. അപ്പൊ 3 പൂമ്പാറ്റ ഉണ്ട്. ഹൗ മെനി ഫ്ലവേഴ്സ്, എത്ര ഫ്ലവേഴ്സ് ഉണ്ട്, 1 2 3 4 5 ഫ്ലവേഴ്സ് ആണുള്ളത് അല്ലെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ വരും കേട്ടോ. വേറൊരു ചോദ്യം കൂടെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. യെസ്.
ഹൗ മെനി ഇൻസൈഡ്, ഹൗ മെനി ഔട്ട്സൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ എത്ര എണ്ണമുണ്ട് ഉള്ളില്, എത്ര എണ്ണമുണ്ട് പുറത്ത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. നോക്കിക്കോ, ഹൗ മെനി ഇൻസൈഡ് 1 2 3. എത്ര എണ്ണം എഴുതി കൊടുക്കാം? 3 എന്ന് എഴുതി കൊടുക്കാം. ഹൗ മെനി ഔട്ട്സൈഡ് 1 2 3 4 എന്ന് എഴുതി കൊടുക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ മക്കളെ വരുന്നത്. നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ചെറിയ ചോദ്യങ്ങളെ വരും. എന്തോ വലിയ എന്തോ ആനയോ ചക്ക അങ്ങനത്തെ ഒന്നും വരൂല കേട്ടോ. ചെറുതേ വരേ, ചെറുതേ. നിങ്ങൾ പേടിക്കണ്ടേ. നമുക്ക് നല്ല ഉഷാറായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോ ഹൗ മെനി ഹാറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. ഹൗ മെനി ഹാറ്റ്സ് ആണ്. സ്ക്യൂറലിന് എത്ര ഹാറ്റ് ഉള്ളത്? സ്ക്യൂറലിന് ഇവിടെ നോക്കുമ്പോൾ എത്ര ഉള്ളത്? 1. അത് കൗണ്ട് ചെയ്ത് 1. ഇനി റാബിറ്റിന് എത്ര എണ്ണ ഉള്ളത്? 1 2. നമ്മൾ കൗണ്ട് ചെയ്ത് 2 എഴുതി. മങ്കിന്റെ കയ്യിൽ എത്രയുള്ളത്? 1 2 3. കൗണ്ട് ചെയ്ത് 3 എന്ന് എഴുതി. ഡിയറിന്റെ കയ്യിൽ എത്രയാണുള്ളത്? 1 ആണ്. 1 അല്ലെ. ഹൗ മെനി ഹാറ്റ്സ് ഇൻ ദ ബാഗ് നൗ? നത്തിങ് 0. അപ്പൊ നോക്കൂ, ഈ ബാഗില് എത്ര എണ്ണം ഉണ്ട് എന്നാണ് അല്ലെ. എത്ര എണ്ണം ഉണ്ട്? 0 അല്ലെ. 0 എന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ആണ് അല്ലെ. നത്തിങ്, ഒന്നുമില്ല. അപ്പൊ അതിനെന്താ പറയാ? നമ്മള് 0 എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്നത്. ഒന്നായിട്ട് വലിയ കണക്കൊന്നല്ല. റെഡി. ഇനി ഹൗ മെനി മാംഗോസ് ആണ്? ദ ട്രീ ഇൻ ദ യാർഡ് ഹാഡ് എത്ര മാംഗോസ് ആണ്? 5 മാംഗോസ്. A squirrel bite of 1. How many left? അപ്പൊ 5 മാംഗോസ് ഉണ്ട്. അതിൽ സ്ക്യൂറൽ ഒന്ന് കഴിച്ചു. ബാക്കി എത്ര എണ്ണ ഉള്ളത്? 1 2 3 4 അല്ലേ. 4 ആണ് അല്ലേ. ഇനി അടുത്തതോ? A wind shook down 1. പിന്നെ ഒരു കാറ്റ് വന്ന് ഒന്നിനെ വീഴ്ത്തി. അപ്പൊ എത്ര എണ്ണ ഉണ്ടാവുക? 1 2 3 അല്ലെ. 3 എണ്ണമാണ് ഉള്ളത് അല്ലെ. പിന്നെ അടുത്തത് ഒരു കാക്ക വന്നിട്ട് ഒന്നിനെ പിന്നെയും ഉണ്ട്. അപ്പൊ എത്രയാണ് ഉണ്ടാവുക? പിന്നെ 2 ആണ് ഉണ്ടാവുക. പിന്നെയോ കല്ലോണ്ട് ഒരാൾ എറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനെ താഴെ വീഴ്പ്പിച്ചു. പിന്നെ എത്രയാണ് ഉണ്ടാവുക? 1 ആണ് ഉണ്ടാവുക അല്ലെ. അല്ലേ. ഇതൊക്കെ നമുക്കറിയാം, ഈസിയാണ്. ഇതേപോലെയുള്ള കണക്കുകളാണ് മക്കളെ വരുന്നത് കേട്ടോ. ഇതേപോലെയുള്ള കണക്കുകൾ ഇവിടെ നോക്കൂ. ഡ്രോ ലൈൻസ് ജോയിനിങ് ആനിമൽസ് ആൻഡ് the hats they need കേട്ടോ. നമുക്ക് നോക്കാം ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 കേട്ടോ. 1 2 3 4 5 6. ഇത് 6 ആണ്. അപ്പോൾ ഇതും തമ്മിൽ ജോയിൻ ആവില്ല അല്ലെ. ഇനി ഇത് നോക്കാം. 1 2 3 4 5 അല്ലെ. അപ്പൊ ഇതും ജോയിൻ ചെയ്യാം, ഇതും ജോയിൻ ചെയ്യാം. സെറ്റാണോ? റെഡി അല്ലേ? ഇതേപോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ വേഗം പറഞ്ഞു പോവാൻ. ഇവിടെയുണ്ട് കണക്ക് അല്ലെ. ഇവിടെയുണ്ട്. ഇത് എത്രയാടാ നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 അല്ലെ. ഇത് 7 ആണുള്ളത്. ഇതോ 1 2 3 4 5 6 ആടാ. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ. ഇത് ഇങ്ങോട്ടല്ല. ഇത് എങ്ങോട്ടാ വരുന്നത്? ഇത് സാറ് അടിയിലത്തെ കണ്ടിട്ടില്ല കേട്ടോ. നോക്കിയിട്ട് ഇത് ഇങ്ങോട്ടും വരുന്നത് അല്ലെ. ഓക്കെ റെഡി. ഇതൊക്കെ നമുക്ക് ചെയ്തതാണ്. ഇതേപോലെയുള്ളതാണ് കണക്കുകൾ വരുന്നത് കേട്ടോ. ഇതേപോലെയുള്ള കണക്കുകളാണ്. ആയിട്ടാ വലിയ സംഭവം ഒന്നല്ല. ഇവിടെ നോക്കൂ. ലുക്ക് മാംഗോസ് അല്ലെ. അപ്പോ എ ലിറ്റിൽ ബേർഡ് ഡിഡ് സോ ആൻഡ് ഓൾ മാംഗോസ് ഫെൽ ഡൗൺ അല്ലെ. ഈച്ച് ഓഫ് ദം ate one. How many left? ഇവരൊക്കെ ഓരോന്ന് കഴിച്ചു. ഇതൊന്ന് കഴിച്ചു. അപ്പൊ എത്ര എണ്ണ ബാക്കി ഉണ്ടാവുക? 5 മാംഗോസ് ആണ്. 4 എണ്ണം കഴിച്ചു. ഒന്നല്ലേ ബാക്കി ഉണ്ടാവുക അല്ലെ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരും അല്ലെ. ഓക്കെ റെഡി. ഇതേപോലെ കൂട്ടങ്ങളാക്കുക. കയററ്റിന്റെ കണക്ക് കണ്ടോ. അതേപോലെ ഇതൊന്നായിട്ട് വല്ല സംഭവം ഒന്നുമില്ല. ഇത് കൗണ്ട് ചെയ്ത് എഴുതുക. ഇത് ഇമ്പോർട്ടന്റ് ആണടാ മക്കളെ. ഇത് കൗണ്ട് ചെയ്യുക എഴുതുക. ഇതൊക്കെ പഠിച്ചു വെച്ചോളി. ഞാൻ സാറ് മാർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെച്ചോളി. അത് പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, ഉറപ്പായിട്ട് വരും കേട്ടോ. അതേപോലെ തന്നെ നമ്പേഴ്സ്, ഈ ഒരു സംഭവം നോക്കി വെച്ചോട്ടോ. ഈ ഒരു പേജും കൂടെ എൻ്റെ മക്കൾ പഠിക്കണേ. ആ ഒരു പേജും കൂടെ പഠിക്കാം. നമ്മൾ 3 ദിവസത്തെ മുഴുവൻ കാര്യങ്ങളാണ് പറയുന്നത്. 3 ദിവസത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? 3 ദിവസത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 2 3 ദിവസത്തിൽ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത്രയും കാര്യങ്ങളെ മൊത്തത്തിൽ വരും. അപ്പൊ എന്ത് ചെയ്യുക? 3 ദിവസം ഈ വീഡിയോ തന്നെ കണ്ടിട്ട് സെറ്റ് ആക്കിയിട്ട് പഠിക്കാം കേട്ടോ. റെഡി. 3 ദിവസത്തെയും കൂടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. റെഡി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 10-15 വരെയെങ്കിലും മക്കളെ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടി അറിയണം. നോക്കൂ. ഹൗ മെനി ആർ ഇൻസൈഡ്, ഹൗ മെനി ആർ ഔട്ട്സൈഡ്, പുട്ട് 6 ഇൻ എ ബാസ്കറ്റ്. കേട്ടോ. ഇതേപോലെയുള്ള സംഭവങ്ങളുടെ മക്കളെ കണ്ടോ. ഇതൊന്ന് നോക്കണേ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. പിന്നെ ആമീസ് ബർത്ത്ഡേയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഇത്ര ചെറിയ സിമ്പിൾ ആയുള്ള ചോദ്യങ്ങൾ മാത്രമേ വരൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ പേജും
ഈ പേജും ഇതിന്റെ താഴത്തെ പേജും പിന്നെ സാറ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളും പഠിക്കുക. കൗണ്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയണം. കൗണ്ട് ചെയ്യാൻ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. കൗണ്ട് ചെയ്യാൻ അറിയണം. ഗ്രൂപ്പുകളാക്കി കൂട്ടങ്ങളാക്കാൻ അറിയണം. കൂട്ടങ്ങളാക്കി 5ന്റെ കൂട്ടങ്ങൾക്ക് ഇത്ര കളർ കൊടുക്കുക, 6ന്റെ കൂട്ടങ്ങൾക്ക് ഇത്ര കളർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റണം. കൂട്ടങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതൊക്കെ നമുക്ക് പറ്റണം. ഇതൊക്കെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ള കാര്യം അറിയാം. എണ്ണാൻ ആദ്യം എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ എണ്ണാൻ എൻ്റെ മക്കൾക്ക് എന്തായാലും അറിയണം. അത് പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും ബൈ ബൈ ടാറ്റ.